എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നു മുതൽ ഈ ചാനലിലൂടെ കാണാൻ പോകുന്നത് ലോർഡ് ഓഫ് മിസ്റ്ററി എന്ന ആനിമയാണ്. ഇതിപ്പോൾ റിലീസായിട്ടുള്ളൂ. 2 എപ്പിസോഡ് മാത്രമേ ഇതുവരെ വന്നിട്ടുള്ളൂ. ഞാൻ എപ്പിസോഡ് ഇടുമ്പോൾ 3 വന്നെങ്കിലേ ഉള്ളൂ. ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ പേരിന് നീതി പുലർത്തിയതുപോലെ മിസ്റ്ററി തന്നെയാണ്. 2ാമത്തെ എപ്പിസോഡ് ആകുമ്പോൾ മാത്രമാണ് കുറച്ചെങ്കിലും മനസ്സിലാകുന്നത്. എങ്കിലും ഞാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാൻ ശ്രമിക്കാം. ഓൺലൈനിൽ നേരെ സ്റ്റോറിലേക്ക്. അപ്പോൾ ഇന്നു മുതൽ കാണാൻ പോകുന്നത് ലോർഡ് ഓഫ് മിസ്റ്ററി എന്ന ആനിമയുടെ എപ്പിസോഡ് 1 എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഒരു വോയിസ്. ഈ ലോകത്ത് 22 തരം പാത്വേ ഉണ്ട്. ഹ്യൂമൻസ് പോഷൻ കുടിച്ച് ബിയോണ്ടേഴ്സ് ആകും. അതായത് കൾട്ടിവേഷൻ പോലെ തരത്തിൽ ആയിട്ടാണ് 22 എണ്ണം. ഏതൊക്കെയെന്ന് ജസ്റ്റ് പറഞ്ഞുതരാം, കേട്ടിരുന്നാൽ മതി. ഫൂള്, എറർ, ഡോറ്, വിഷണറി, സണ്ണ്, ടൈറന്റ്, വൈറ്റ് ടവർ, ഹാങ്ഡ് വൺ, ഡാർക്ക്നെസ്, ഡെത്ത്, ടൊല്ലിംഗ് ജെയിന്റ്, ഡീമണസ്, റെഡ് പ്രിസ്റ്റ്, ഹെർമിറ്റ്, പാരഗൺ, വേക്ക് ഓഫ് ഫോർച്യൂൺ, മദർ, മൂണ്, അബീസ്, ചെയിൻഡ്, ബ്ലാക്ക് എംപറർ, ജെസ്റ്റിയർ. ഇങ്ങനെ 22 ബിയോണ്ടേഴ്സ് പാത്വേ ആണ് ഉള്ളത്. ഇതിൽ ഓരോ പാത്വേയിലും 9 ലെവൽ പോലെ, അല്ലെങ്കിൽ 9 സീക്വൻസ് ആയിട്ടാണ്. എന്ന് വെച്ചാൽ ഫൂളിന് 9 സീക്വൻസ്, എററിന് 9 സീക്വൻസ്, അങ്ങനെ ഓരോന്നിനും 9 സീക്വൻസ് ആയിട്ടേ ഉണ്ട്. ഇത് 9ാമത്തെ സീക്വൻസ് വളരെ ചെറുതും അതിൽ നിന്ന് താഴേക്ക്, സംഖ്യയിൽ താഴേക്ക് എന്ന ലെവലിൽ മുകളിലേക്കാണ്, 0 ലെവലിലേക്കാണ്. അതാണ് കോഡ്. അത് എന്തെന്ന് പോകെ മനസ്സിലാകും ആയിരിക്കും. സോ അതത്രേ ഉള്ളൂ. ഇനിയാണ് കഥ തുടങ്ങാൻ പോകുന്നത്. ഒരു ചർച്ചിലെ ബെല്ലടിക്കുന്നു, അതാണ് തുടക്കം. അതൊന്നും ഓർത്ത് വെച്ചേക്ക്, എന്തോ കേട്ടിരിക്കാൻ സുഖം. ഒരു മോൺസ്റ്ററായിട്ട് ഫൈറ്റ് ചെയ്യണം നമ്മുടെ ഹീറോ. ആ മോൺസ്റ്റർ വളരെയധികം പവർഫുള്ളായ ഒന്നായിരുന്നു. അവൻ അടിച്ചിടുന്നു, പിന്നെന്ത് നടന്നെന്ന് കാണിക്കുന്നില്ല. അവിടെ മുഴുവനായിട്ട് ഒരു വൈറ്റ് ഗ്രേ കളറിലോട്ട് മറയാനായിട്ട് തുടങ്ങി. അതിനുശേഷം ഒരു പയ്യൻ, ഇതാണ് നമ്മുടെ ഹീറോ. അപ്പൊ മുൻപ് കാണിച്ചത് ആ ഹീറോ തന്നെ. ഫ്യൂച്ചർ വേൾഡിൽ നിന്ന് ഒരു പയ്യൻ താഴേക്ക് വീഴുന്ന പോലെ, അവനെ വന്ന് എന്തോ പിടിച്ച് ബോഡിയിലൂടെ പാസ്സാകുന്ന പോലെ. അത് ബ്ലാക്ക് ഔട്ടായി. പിന്നെ കാണിക്കുന്നത് 2 മാസം മുൻപ് നടന്നതാണ്. ജൂൺ 28, 1349. അയണേജ് 5ാം കാലഘട്ടം. എന്തുകൊണ്ടെന്നാൽ ഈ ഡേറ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഹീറോ കണ്ണുറക്കാണ് അടുത്ത ഗണ്ണ്. അതുകൊണ്ട് അവൻ ഞെട്ടിമറി. അതേപോലെ അവൻ്റെ നെറ്റിൻ്റെ ഒരു മുറിവ് അത് തന്നെ ഹീലാകുകയാണ്. എന്തൊക്കെ ഇല്യൂഷൻ വന്നു പോകുന്നുണ്ട്. ഇപ്പോൾ നടന്നത് എന്താണെന്ന് മനസ്സിലായില്ല. പെട്ടെന്ന് ക്ലെയിൻ എന്നൊരു വോയിസ്. തിരിഞ്ഞൊക്കെ ആരുമില്ല. ക്ലെയിനോ അതാരാ എന്ന് പറഞ്ഞ് മിറർ നോക്കുമ്പോൾ ഉണ്ടടാ നമ്മളെ പോലെ അവന് ഷോക്ക്. കാരണം അവൻ കാണുന്നത് അവനില്ല, ഇത് വേറെ ആരുടെ ബോഡിയാണെന്നാണ്. അതായത് ഈ പറഞ്ഞ ക്ലെയിൻ എന്ന അവൻ്റെ ബോഡിയിലേക്കാണ് ഫ്യൂച്ചറിലുള്ള ഹീറോ ഷോ മിഗുറി, അങ്ങനെയല്ല ഷോ മിങ്കുരിയ, എന്തോ പേരാണ് പറയാൻ പാടില്ല, ഷോ എന്ന് പറയാം. അവന്ന് കയറിയിരിക്കുന്നേ അവന് മനസ്സിലായി ഈ ലോകത്തേക്ക് ട്രാൻസ്മിഗ്രേഷൻ വഴി വന്നതാണെന്ന്. അതായത് സോളൊക്കെ മാറി വരുമല്ലോ, ടൈം ട്രാവൽ പോലെ അങ്ങനെ വന്നതാണെന്ന്. ഈ സമയം മറ്റൊരു പ്ലേസിൽ 2 ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നവര് നയ വെൽ ചെയ്യുന്ന കപ്പിൾസ് അതിന്റെ കേസ് സൂയിസൈഡ് ചെയ്യുന്നത് മനസ്സിലായി. ഈ ഡാർക്ക്നെസ്സും ഡാർക്ക് ഡിവിനേഷൻ ഉള്ള പോലെയാണ് അവിടെ മൊത്തം കാണുന്നത്. ഇവൾ ഫോഴ്സ് വന്നത് പറയുകയാണ്. അവിടെ ക്ലെയിനിന്റെ ഫോട്ടോയുണ്ട്. അതായത് മുൻപ് കണ്ട ആ ബോഡിയുടെ ഓണറിന്റെ. ഈ സമയത്ത് അവനെ ക്ലെയിൻ എന്ന് തന്നെ പറയാം. മുതൽ എല്ലാവരും അവനെ ക്ലെയിൻ എന്നാണ് വിളിക്കാൻ പോകുന്നത്. കാരണം ബോഡി അവൻ്റെ ആണല്ലോ, അങ്ങനെ തന്നെ പറഞ്ഞു പോകുന്നതാണ് നല്ലത്. എങ്കിലും എപ്പോഴും മനസ്സിൽ ഓർമ്മിച്ച് വെക്കേണ്ടത് ഈ ക്ലെയിൻ്റെ ബോഡി യൂസ് ചെയ്യുന്നത് ഷോ മിഗ്രൂരിയാണ്. പക്ഷേ അങ്ങനെയാണോ എന്തോ പറയുന്നത്. ക്ലെയിൻ അവൻ ആരെന്ന് മനസ്സിലായി. ഈ ഡെഡായ അവരുടെ ക്ലാസ്മേറ്റാണ്. അവനൊരു ചേട്ടനും അനിയത്തിയുണ്ട്. അതിൽ ഫേസ് ലാംഗ്വേജിൽ മാസ്റ്ററായി അവിടെയുള്ള ഡയറി പോലെ അതിലാണ് എല്ലാം മനസ്സിലാക്കിയെടുക്കുന്നത്. മെയ് 29 വെൽച്ചിനെ കണ്ടു. അവൻ്റെ കയ്യിൽ ആ ഏൻഷ്യൻ്റ് നോട്ട് ബുക്ക് ഉണ്ട്. അത് വളരെയധികം മിസ്റ്റീരിയസ് ആയ ആ ബുക്കായിരുന്നു. 4ാം കാലഘട്ടത്തിൽ ചേർന്ന് ഒന്നാണ്. പ്ലെയിനുള്ളത് 5ാമത്തെ കാലഘട്ടമാണ്. അങ്ങനെ വായിച്ച് പോവുകയാണ്. ആ നോട്ട്ബുക്ക് ഒരു ഫാമിലിയുടെയാണ്. അതാണ് ആന്റിഗോണസ് ഫാമിലി. അതിൽ പ്രധാനമായിട്ട് ക്ലൂസ് ഉള്ളതുപോലെ ആന്റിഗോണസ്, ബ്ലാക്ക് എംപറർ, ടൂഡോ, ഡെസ്റ്റിനി, അങ്ങനെ അവസാനം ജൂൺ 26 എല്ലാ കാര്യങ്ങളും സത്യമാണോ. ജൂൺ 28 അതെന്താ ജൂൺ 27 ഇല്ലാത്ത എന്ന് അവനും. അങ്ങനെ പേജ് മാറി 1ലേക്ക് പോവുകയാണ്. അവൻ കൊണ്ട് ഷോക്കായി പോയി. എല്ലാവരും മരിക്കും, ഇൻക്ലൂഡിങ് മീ, അതായത് ഞാനും. അത് വായിച്ച് അവന് ഷോക്കായി. സോ ഒരു കാര്യം മനസ്സിലായി. ഫസ്റ്റ് അവൻ്റെ നെറ്റിയിലുണ്ടായിരുന്നത് ആ മുറിവ്, അത് അവൻ സൂയിസൈഡ് ചെയ്യാൻ നോക്കിയതാണെന്ന്. അപ്പോഴാണ് ക്ലെയിൻ്റെ സിസ്റ്റർ വരുന്നത്. കണ്ടവിടെ അവിടെ ബ്ലഡൊക്കെ മറച്ച് വെച്ച് ആ ഗണ്ണ് അവിടെ ഉണ്ടായിരുന്നു. അവൾ വന്നപ്പോഴേക്കും നൈസായിട്ട് മാറ്റി. അവളുടെ പേരാണ് മെലിസ. അവനോട് എന്താ എന്ന പോലെ, അവനൊന്നുമില്ല എന്നൊക്കെ നൈസായിട്ട് ആ ഗണ്ണെടുത്ത് മറയ്ക്കാൻ നോക്കിയെന്നാ സൗണ്ട് കേട്ട്. അതെന്താ കൈ കിട്ടിയത് കാണിക്കുന്നുണ്ട്. അതൊരു ടൈം പീസ് അതായിരുന്നു. അത് പിന്നെ ഇത് കംപ്ലൈൻറ്റ് ശരിയാക്കാൻ നോക്കിയതാ. അവൾ വന്ന് കൂളായിട്ട് ശരിയാക്കിയിട്ട് പോയി. അവിടെ ബ്ലഡൊക്കെ ക്ലീൻ ചെയ്തിട്ട് അവൻ്റെ മുറിവ് അത് തന്നെ ഹീൽ ചെയ്യുന്നത് മനസ്സിലായി. ഇത് സൂയിസൈഡാണോ അതോ ഫേക്കാണോ എന്ന ഡൗട്ട് അവനുണ്ട്. എങ്കിലും അവൻ ക്ലെയിനിൽ നിന്ന് മനസ്സിലാക്കിയതായി ആ ഏൻഷ്യൻ്റ് ബുക്ക് അതാണ് ഇപ്പോൾ നടന്നതായിട്ട് റിലേറ്റഡ് ആണ് എന്നത് അവന് തോന്നി. എന്നാൽ എങ്ങനെയെന്ന് ആലോചിക്കുമ്പോഴാണ് അവൻ്റെ ടൈം ലൈനിൽ അവൻ ഓവർ സ്ട്രെസ് ആയിരുന്നു. അവൻ നിലയ്ക്കാണ് ലൈഫ് ചേഞ്ച് റിച്വൽ നടത്തി. അത് കാരണമാണോ ഈ സോൾ മാറി എന്ന ഡൗട്ട്. അപ്പോൾ മെലീസ വന്ന് അവനെ വിളിച്ച്
അവന് പിന്നീട് നീ ഒന്നുകൂടെ ഉറങ്ങുന്നതാകും നല്ലത്. ഇനിയില്ല, അവന് ഫുഡ് കൊടുത്തിട്ട് അവൾ സ്കൂളിൽ പോകുന്നുണ്ട്, കുറച്ച് സാധനം വാങ്ങാനായിട്ട് പറയുകയാണ്. തിരിച്ചു വരുമ്പോൾ കാണാൻ ബൈ എന്ന് പറഞ്ഞു പോയി. അവന് മനസ്സിലായി സോറി മെലിസ, തിരിച്ചു വരുമ്പോൾ ഞാൻ കാണില്ല. ആ റിച്ചൽ ഒന്നുകൂടി ചെയ്ത് അവൻ്റെ ടൈം ലൈനിലേക്ക് പോകാം എന്ന് ഓർക്കുകയാണ്. അങ്ങനെ റെഡിയായിട്ട് പുറത്തേക്ക് പോകുന്നു. ആ സാധനം വാങ്ങാനുള്ള അടുത്തുള്ള കടയിലേക്ക് ചെന്ന് ബ്രെഡൊക്കെ വാങ്ങുന്നുണ്ട്. അവിടെയുള്ള ലേഡിക്കാനെ നന്നായിട്ട് അറിയാവുന്നവരെ കാര്യമൊക്കെ ചോദിക്കുകയാണ്. ഇപ്പോഴാണ് അവൻ ആരെ വാച്ച് ചെയ്യുന്നത് അവന് മനസ്സിലായി. അവരോട് നന്ദി പറഞ്ഞിട്ട് പിന്നെ പോകുന്നുണ്ട്. ആ സ്ഥലമൊക്കെ കാണുകയാണ് ലിയോൺ കിങ്ഡം. അവൻ്റെ വേൾഡ് പോലെ തന്നെ ചിലപ്പോൾ പാരലൽ വേൾഡ് ആകാം. അവിടെയുള്ള ഗെയിംസ് അതെല്ലാം സെയിം ആണല്ലോ. റോസലെ ഗുസ്താവ് എന്ന ആളാണ് ആ ഗെയിം ഉണ്ടാക്കിയത്. അങ്ങനെയൊക്കെ അയാൾ ഈ ലോകത്തുണ്ടോ? എംപറർ റോസലയും ഈ ട്രാൻസ്മിഗ്രേഷൻ വഴി വന്നതാകും എന്നൊക്കെ അവനും കോയിൻ എടുക്കുമ്പോഴാണ് ആരോ വന്ന് ഗണ്ണറടിയാക്കി അതൊരു ചോക്കർ എന്ന് സർക്കസിന്റെ നോട്ടീസാണ്. അവനെ ഇൻവൈറ്റ് ചെയ്യാൻ വന്നതാണ്. അവന് നോക്കിയാണ് അവിടെ ആരോ വാച്ച് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ അവിടെ നിന്ന് പിന്നെ പോകുന്നു. പിന്നെ സ്പീഡിന് പോകുന്നു. അവിടെയുള്ള പ്ലേസിലേക്ക് ഹൈഡ് ചെയ്തു. എന്നിട്ട് അവിടെ മുഴുവൻ നോക്കുകയാണ്. അവൻ ചെന്ന് കയറിയതാകട്ടെ ഇവിടെ തത്തമേനൊക്കെ കൊണ്ട് കിടന്ന് ഫ്യൂച്ചർ നോക്കുന്ന അതുപോലെ ഉണ്ടല്ലേ, അതുപോലെ ഒന്ന് അവൻ ആദ്യം അത് മൈൻഡ് ആക്കിയില്ല. അവിടെ ആരെങ്കിലും ഉണ്ട് എന്നൊക്കെ നോക്കുന്നുണ്ട്. എന്നാൽ അവിടെ ആരുമില്ല. ആ സമയം കാരണം അങ്ങോട്ട് റിഗിൻസ് എന്നൊരാൾ വന്നിരുന്നു. പെട്ടെന്ന് വേറൊരാളെ കണ്ടിട്ട് അവിടെ നിന്ന് പോയിരുന്നു. ക്ലൈനോട് നീയാണ് ഫസ്റ്റ് കസ്റ്റമർ, നിനക്ക് ഫ്രീ ആണ്. അവനും പിന്നെ വന്നിരുന്നിട്ട് ഫ്രീ തന്നെയല്ലേ അതേന്ന് പറഞ്ഞിട്ട് അവനോട് കാർഡ് അത് ഷഫിൾ ചെയ്യാൻ പറയുന്നുണ്ട്. അവനോട് നിനക്ക് എന്താ അറിയണ്ടേന്ന്, നീ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ. അവന് നേരെ 3 കാർഡ് വെച്ച് ഫസ്റ്റ് എനിക്ക് പ്രസന്റ് അതെടുത്ത് നോക്കുമ്പോൾ നമ്പർ 0 ദ ഫുൾ. അതുകൊണ്ട് അവനെന്തോ പോലെ തോന്നാനേ തുടങ്ങി. അവിടെ മാറുന്നത് പോലെ അങ്ങോട്ടൊരാൾ വന്നിട്ട് ഇല്ലാത്തപ്പോൾ പിന്നെ കയറിയ അതൊരു യഥാർത്ഥ പ്രെഡിക്റ്റർ അല്ലായിരുന്നു. അതുകൊണ്ട് അവനൊന്ന് ഭാഗ്യം എന്നൊക്കെ കരുതുമ്പോഴാണ് ആരോ വരുന്നത് പോലെ അവൻ അപ്പോൾ തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് ആയി. അത് കഴിഞ്ഞ് ആ റിച്ചലിന് വേണ്ടിയുള്ള ടാലിസ്മാനൊക്കെ സെറ്റ് ചെയ്തിട്ട് ലക്ക് റിച്ചൽ അല്ലെങ്കിൽ ട്രാൻസ്ഫിഗറേഷൻ ഏതെങ്കിലും ഒന്ന് വർക്കാകണേ അതേപോലെ ചെയ്യുകയാണ്. സെലസ്റ്റിയൽ ഹെവനാൻ്റെ അടുത്ത് ബ്ലെസ്സിങ് എന്ന് റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞ് തുടങ്ങി. അവിടെ മാറാനായിട്ട് തുടങ്ങി. എന്നാൽ ഒന്നും നടന്നില്ല. അവനിപ്പോഴും അവിടെ തന്നെയാണ്. ഒന്നും നടന്നില്ല എന്ന് കരുതുമ്പോഴാണ് അവൻ്റെ തലമണ്ടയ്ക്ക് തന്നെ ചാവുന്ന രീതിയിലാകുന്നത് പോലെ ഒരു റെഡ് ക്രിസ്റ്റൽ അത് പൊട്ടി അവൻ്റെ ആ റൂം തന്നെ ഷേക്കുകയും എന്തൊക്കെ മാറ്റങ്ങൾ വരാനായിട്ട് തുടങ്ങി. അവനെ അലറിക്കൊണ്ട് അവിടെ ഒരു ഇടി. അതുകൊണ്ട് തന്നെ അവനവിടെ നിന്ന് മാറി മറ്റൊരു റിയമിലേക്ക് പോയതുപോലെ അവന് മനസ്സിലായില്ല ഇവിടെ എന്താണ് ഇപ്പോൾ നടന്നിരുന്നതിന്, ഇതെവിടെയാണ് എന്നതിന് ഒരു ഐഡിയ ഇല്ല. ഒരു ഗ്രേ മിസ്റ്റ് മാത്രം. അവിടെ റെഡും ബ്ലൂ കളറിൽ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞ് അടുത്തേക്ക് ചെന്നതും അതിനും എന്തൊക്കെ പറ്റുന്നുണ്ട്. ഇതേപോലെ അല്ലാതെ 2 പേര് അവര് റിച്ചൽ നടത്തിയതാണെന്ന് അറിയില്ല. ആൽഗർ വിൽസണും ആൻഡ്രോയ് ഹാളും എന്ന 2 പേര് അവരങ്ങോട്ട് സമ്മൺ ചെയ്യണം. അതിൽ ആൻഡ്രി എന്ന് പറയാം. അവിടെ വന്ന് ഇത് എവിടെയാണെന്ന് മനസ്സിലാകാൻ നിൽക്കുമ്പോൾ ഒരു ഷാഡോ മറ്റേ ആൽഗർ അവിടെ വന്ന് അവന് ആ ഷാഡോ കാണുകയാണ്. മുകളിലേറ്റ് ഒരാള് അത് ക്ലീൻ ആയിരുന്നു. അവർക്കിതാരെന്നറിയില്ല. ആ പെണ്ണവനോട് നിങ്ങളാണോ എന്നെ ഇങ്ങോട്ട് വരുത്തി? ആരും മനസ്സിലായി. ഞാൻ ഇവരെയൊക്കെ സമ്മൺ ചെയ്തു. ആ ആൻഡ്രി നിങ്ങൾ ഡിവൈൻ റിയം മാസ്റ്ററാണോ? അത് കേട്ടിട്ട് ഡിവൈൻ റിയമോ? അതിന് ഡിവൈൻ റിയമിന് ടെമ്പിളില്ലല്ലോ എന്ന് പറഞ്ഞത് അവൻ്റെ കമാൻഡാണോ എന്ന് പോലും അറിയില്ല. പ്രതീക്ഷിക്കാതെ അവിടെ ഒരു വലിയ ഹാള് അത് ഉണ്ടാകുകയാണ്. ഒരുപാട് പില്ലേഴ്സ് അത് ചേർന്ന് ഒരു വലിയ ടെമ്പിൾ പോലെ അവിടെ വന്ന് ഇത് ഞാനാണോ ചെയ്തത് എന്ന ഡൗട്ട് അവന് ഒന്നുകൂടി നോക്കുന്നുണ്ട്. അവിടെ വലിയ ടേബിള് അത് വരുത്തുകയാണ്. അവന് മനസ്സിലായി, അവനറിയും അത് കൺട്രോൾ ചെയ്ത് അങ്ങനെ ഒരു പ്ലേസ് ആക്കി എടുത്തതാണെന്ന്. ആരോട് മറ്റേ ആള് സാർ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ആരാണ്, ഈ പ്ലേസ് എന്താണ് ഓർത്തിട്ട് ഞാൻ ഷോ മിഗൂറി എന്ന് പറയണോ അത് ക്ലീൻ എന്ന് പറയണോ എന്ന് ആലോചിച്ചിട്ട് അവിടെ ചെയർസൊക്കെ വരുത്തി അവിടെ ഇരുന്നിട്ട് നിങ്ങൾ തന്നെ മിസ്റ്റർ ഫോൾ എന്ന് വിളിക്കും. അത് മറ്റൊരു വോയിസിലാണ് കേൾക്കുന്നത്. അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇതൊക്കെ ലെങ്ത് കൂട്ടി പോവുകയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഫസ്റ്റ് എപ്പിസോഡൊക്കെ ആയതുകൊണ്ടാണെന്ന് അറിയില്ല. പോകെ ഇങ്ങനെയാണെങ്കിൽ ഒറ്റ എപ്പിസോഡ് തന്നെ തീർക്കാൻ ശ്രമിക്കാം. എങ്കിലും ഇത് 2 പാർട്ടായിട്ടാണ് ഇരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.